ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു Subtitles. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ സ്കർട്ടിൻ്റെ വീഡിയോ ആണ്. സോ ഇതിന് വേണ്ടിയ രണ്ട് മെഷർമെൻറ്റ്സ് ആണ് വേണ്ടത്, വേസ്റ്റും ലെങ്ത്തും. പിന്നെ ഇതിന് നമ്മൾ 1.5 മീറ്റർ മെയിൻ ക്ലോത്തും പിന്നെ അതേ അളവിലുള്ള ലൈനിങ് മെറ്റീരിയലുമാണ് എടുത്തിരിക്കുന്നത്. സോ ഇത് ഷിഫോണിൻ്റെ മെറ്റീരിയൽ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ ചെയ്യാനുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത്, ഈ തുണിയെ, അതായത് മെയിൻ ക്ലോത്തിനെ നമ്മൾ കറക്റ്റ് സെൻറ്റർ കണ്ടൊന്ന് ഫോൾഡ് ചെയ്തിടുക. അപ്പോൾ നമ്മളിത് രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ചെയ്യാനുള്ളത് ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 37 ഇഞ്ചാണ്. അതിൽ 7 ഇഞ്ച് ഫ്രില്ലിന് നമ്മൾ എടുക്കും. സോ 30 ഇഞ്ച് വരും. പിന്നെ ഒരു 1.5 ഇഞ്ച് ഇലാസ്റ്റിക്കിന് വേണ്ടി നമ്മൾ എടുക്കുന്നുണ്ട്. സോ 31.5, കൂടാതെ 1/2 ഇഞ്ച് നമ്മൾ സീമിനും വേണ്ടി സീം അലവൻസ് ആയിട്ട് എടുക്കുന്നുണ്ട്. സോ 32 നമ്മളിവിടെ മാർക്ക് ചെയ്യുക. അതിനുശേഷം ആ 32 ഇഞ്ച് ലെങ്ത്തിലുള്ള ആ ഫാബ്രിക് ഇതാ കണ്ടോ, ഒരു സ്ട്രെയിറ്റ് ലൈൻ അങ്ങ് വരച്ച് അതങ്ങ് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ മിച്ചം വന്ന ഈ തുണിയിൽ നിന്നും ഫ്രില്ലിൻ്റെ തുണി വെട്ടിയെടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. സോ ഫ്രില്ലിൻ്റെ തുണി വെട്ടിയെടുക്കുന്നതിന് മുമ്പ് മുകൾ ഭാഗം കണ്ടോ കയറി ഇറങ്ങി നിൽക്കുന്നുണ്ട്. സോ അവിടെ ഒരു മാർജിൻ ഇട്ട് കൊടുക്കുക. ഇനി മെഷർമെൻറ്റ്സ് നമ്മൾ താഴെയാണ്, ആ ലൈനിൻ്റെ താഴെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യമേ തന്നെ ഫ്രില്ലിൻ്റെ അളവ് 7 ഇഞ്ചാണ്. സോ 1 ഇഞ്ചൂടെ സീമും കൂടെ കൂട്ടി 8 ഇഞ്ച് മാർക്ക് ചെയ്യുക. അങ്ങനെ 2 പ്രാവശ്യം ഇത് മാർക്ക് ചെയ്യുക, കാരണം നമ്മൾ 2 പീസ് വെട്ടിയെടുക്കുന്നുണ്ട്. സോ ഈ സൈഡിലും അതേപോലെ തന്നെ 8 ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്യുക. പിന്നെ ആ പോയിന്റിൽ നിന്ന് വീണ്ടും ഒരു 8 ഇഞ്ച് കൂടി മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതാ നമ്മൾ മാർക്ക് ചെയ്ത സൈഡിലെ ആ 2 പോയിന്റും ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊണ്ട് ജോയിൻ ചെയ്യുക. നടുക്കത്തെ ആ പോയിന്റും ജോയിൻ ചെയ്യുക, അതേപോലെ ബോട്ടം പാർട്ടിലെ ആ പോയിന്റും ജോയിൻ ചെയ്യുക. അപ്പോൾ ടോട്ടൽ നമ്മൾ 16 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അത് 2 പീസിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. സോ ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് 2 പീസസ് കിട്ടി, 8 ഇഞ്ച് വീതമുള്ള 2 പീസസ് കിട്ടി. ഇനി ഇത് ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ ഫ്രില്ല് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ, പാവാടയുടെ താഴെ. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി അടുത്തത് നമ്മൾ ലൈനിങ് മെറ്റീരിയൽ ആണ് കട്ട് ചെയ്യാൻ പോകുന്നത്. സോ ലൈനിങ് മെറ്റീരിയൽ ഇത് ഞാൻ 2ആയിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്യണം. സോ ഇത് ലൈനിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒറിജിനൽ പാവാടയുടെ ലെങ്ത് ഒന്നും വേണ്ട, കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല. സോ ഞാനൊരു 35 ആണ് എടുക്കുന്നത്. 37 ആയിരുന്നു വേണ്ടത്, 35ഓ 30ഓ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. സോ ഈ സൈഡിൽ നിന്നും മാർക്ക് ചെയ്തിട്ട് ആ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തിട്ട് എക്സ്ട്രാ നിൽക്കുന്ന ആ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം മുകൾ ഭാഗം ഈ ഫോൾഡ് ചെയ്തിരിക്കുന്ന പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അത് കട്ട് ചെയ്ത് നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. ഇപ്പോൾ 2 പീസ് നമുക്ക് കിട്ടി. സോ അത് മാറ്റി വെക്കുക. അടുത്തത് ഫ്രില്ലിനുള്ള ആ ഫാബ്രിക് നമ്മൾ ജോയിൻ ചെയ്തെടുക്കാൻ പോവുകയാണ്. സോ ഈ പീസ് ഫാബ്രിക്കിന്റെ നല്ല വശം മുകളിലാകുന്ന രീതിയിൽ വിരിക്കുക. അതിന്റെ മുകളിൽ അടുത്ത പീസ് ഫാബ്രിക് റോങ് സൈഡ് മുകളിലാകുന്ന രീതിയിൽ വെച്ച് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. കണ്ടോ, ഇങ്ങനെ ജോയിൻ ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ഇതിനകത്ത് മാനുവലായിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിത് പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മെയിൻ ഫാബ്രിക് കണ്ടോ, ഇത് നമ്മൾ വിരിച്ചിടുക. അപ്പോൾ വിരിച്ചിട്ടിരിക്കുന്നത് ഇത് നല്ല വശം മുകളിലാകുന്ന രീതിയിലാണ് വിരിച്ചിട്ടിരിക്കുന്നത്. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ പ്ലീറ്റ്സ് ഇട്ട് വെച്ചിരിക്കുന്ന ആ ഫ്രില്ലിൻ്റെ ആ പോർഷൻ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ വെച്ച് കൊടുത്ത് അതിൻ്റെ അരികൊന്ന് ജോയിൻ ചെയ്തെടുക്കുക. സോ അത് ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കൂടി ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. അപ്പം അത് കൊടുത്തതിന് ശേഷം ഇത് സെൻറ്റർ കണ്ടൊന്ന് ഫോൾഡ് ചെയ്യുക. സെൻറ്റർ കണ്ട് ഫോൾഡ് ചെയ്ത് അതിനുശേഷം ഇതിൻ്റെ 2 സൈഡും ഒരുമിച്ച് പിടിച്ച് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. ഇനി നമ്മൾ ലൈനിങ് മെറ്റീരിയൽ എടുക്കുക. ലൈനിങ് മെറ്റീരിയൽ ഒരെണ്ണം വിരിച്ചിട്ടിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് അടുത്ത പീസ് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ 2 സൈഡും നമ്മളൊന്ന് ജോയിൻ ചെയ്ത് എടുക്കണം. അപ്പം അത് ചെയ്തെടുക്കുക കേട്ടോ. ഇങ്ങനെ ജോയിൻ ചെയ്തെടുക്കുമ്പം വിഡ്ത്ത് മെയിൻ ഫാബ്രിക്കിൻ്റെ അതേ വിഡ്ത്ത് തന്നെ ആയിരിക്കണം നമ്മൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ലൈനിങ് ഫാബ്രിക്കിനും വരേണ്ടത്. അപ്പോൾ അത് ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് നല്ല വശത്തേക്കൊന്ന് തിരിച്ചിടുക.
ഇതേപോലെ തന്നെ നമ്മൾ മെയിൻ ഫാബ്രിക്കും നല്ല വശത്തേക്ക് തിരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് രണ്ടും ഞാൻ നല്ല വശത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ വീതി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കണ്ടോ, ഒരേപോലെ പിടിച്ചൊന്ന് നോക്കുക. കണ്ടോ, രണ്ടും സെയിം ആയിട്ട് വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് നിങ്ങൾ അതൊന്ന് സെയിം ആക്കണം കേട്ടോ. ഇനി അതിനുശേഷം നമ്മുടെ മെയിൻ ഫാബ്രിക്കിന്റെ അകത്തേക്ക് ലൈനിങ് ഫാബ്രിക് ഇതേപോലെ ഒന്ന് കയറ്റി വെക്കുക. കയറ്റി വെച്ചതിന് ശേഷം അതിന്റെ അരികുവശങ്ങൾ കണ്ടോ ഇതേപോലെ ഒരുമിച്ച് പിടിക്കണം. ഒരുമിച്ച് പിടിച്ച് അതിന്റെ സൈഡ്സ് ഏറ്റവും മുകളിലത്തെ ഭാഗം ഒന്ന് ഒരുമിച്ച് പിടിച്ച് അത് ചുറ്റി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് എത്ര ഇലാസ്റ്റിക് ആണ് എടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ വേസ്റ്റ് അളവിൽ നിന്നും 4 ഇഞ്ച് കുറച്ചിട്ട് എത്ര കിട്ടുന്നോ അത്രയും ഇലാസ്റ്റിക് എടുക്കുക. എൻ്റെ വേസ്റ്റ് അളവ് 32.5 അതിൽ നിന്ന് 4 ഇഞ്ച് കുറയ്ക്കുമ്പോൾ 28.5. സോ ആ ലെങ്ത്തിലുള്ള ഇലാസ്റ്റിക് എടുക്കണം. എന്നിട്ട് മോൾ ഭാഗത്ത് നമ്മൾ ഈ ഇലാസ്റ്റിക് വെക്കാനായിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, എന്നിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സോ അതെങ്ങനെയാ ഫോൾഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമേ നമ്മൾ ചെറുതായിട്ടൊന്ന് മടക്കുക. പിന്നെ ഇലാസ്റ്റിക് നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെക്കാൻ പാകത്തിന് ഒന്നുകൂടി ഒന്ന് മടക്കുക. മടക്കിയതിന് ശേഷം അത് ചുറ്റി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചുറ്റി സ്റ്റിച്ച് ചെയ്യുമ്പം ഇലാസ്റ്റിക് കയറ്റാനുള്ള 1 ഇഞ്ച് ഗ്യാപ്പ് അത് ഇതുപോലെ ഒന്ന് വിട്ടേക്കണം. അത് നിങ്ങൾ മറന്നു പോകരുത്. സോ അപ്പോൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സെഫ്റ്റി പിൻ യൂസ് ചെയ്തിട്ട് ഇലാസ്റ്റിക്കിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് കയറ്റി കൊടുക്കാം. അപ്പോൾ ഞാനത് ഇൻസേർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെച്ച് ഇതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് മെയിൻ ഫാബ്രിക്കിന്റെ അടിഭാഗം നമ്മൾ തയ്ച്ചു കൊടുത്തില്ലായിരുന്നു. സോ അതൊന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് അതൊന്ന് ചുറ്റി സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ ലൈനിങ് ഫാബ്രിക്കിന്റെയും അടിഭാഗം ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളത് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു സ്കേർട്ടാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.